നടപടിയെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി പറ്റില്ല. പരാതി എന്താണ്? പരാതി മീൻസ് അവർ കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത് ഇപ്പോൾ. അപ്പോൾ അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നമുക്ക് എല്ലാവരും പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് അന്വേഷിച്ച് അത് നെഗ്ലിജൻസിൻ്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും. എന്താ ഇതുപോലെ ഒരു പരാതി ഉന്നയിക്കാൻ ഒരു കാരണം? അല്ല, അതിപ്പോൾ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ എന്തൊരു സംശയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അങ്ങനെ സംശയം പറഞ്ഞതെന്നാണ് അവർ രോഗി പറയുന്നത്. അങ്ങനെ ഒരു സംശയം പറഞ്ഞത്. അപ്പോൾ രണ്ടാമത് അവരെ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവർ കുട്ടിയെ പരിശോധിച്ചു, അവരെ രോഗിയെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നാണ് അവരെ പ്രാഥമികമായിട്ട് പറയുന്നത്. എങ്കിലും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നടത്തണം. അതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കേസ് എടുത്തിട്ട് എന്തായാലും അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക, റിക്വസ്റ്റ് കൊടുക്കുക, DMO മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. അത് അവരത് പരിശോധന നടത്തിയിട്ട് അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യും. ഈ മെഡിക്കൽ നെഗ്ലിജൻസിന് നിലവിൽ FIR കിട്ടോ? ഇതിനൊരു ഓൾറെഡി IPC വകുപ്പ് പ്രകാരം നമ്മൾ FIR ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അത് നിൽക്കുമോ, അത് നെഗ്ലിജൻസ് പ്രകാരമുള്ള ഒഫൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ തുടർന്ന് നടപടി സ്വീകരിക്കണം. അതായത് ഡോക്ടർമാരിൽ ഒരാൾ തന്നെ ഇതുപോലെ പിഴവ് സംഭവിച്ചു എന്ന് കുടുംബത്തോട് പറഞ്ഞു എന്നാണ്? അല്ല, അത് അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറഞ്ഞില്ല. അല്ല, ഇതുപോലെ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഒരു പരാതി ഉന്നയിക്കണമെങ്കിൽ അല്ല, അവർ പരാതിയുണ്ട്, സംശയങ്ങൾ, അതിപ്പോൾ അവർ പറയുന്നത്. നമ്മളിപ്പോൾ എന്തായാലും ഇപ്പം അതിനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. വേറെ ഒന്നുമുണ്ടോ? നാക്കിൻ്റെ ശസ്ത്രക്രിയയിൽ എന്തൊക്കെയായി നടന്നു? നാക്കിൻ്റെത് നമ്മൾ അന്വേഷണം ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്, ഞാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതിൽ ഡോക്ടേഴ്സിനൊക്കെ ചോദ്യം ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മെഡിക്കൽ ബോർഡിന് കൊടുത്ത് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് കിട്ടിയ സ്ഥാനത്തിൽ അതിനകത്ത് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നു. മെഡിക്കൽ ബോർഡിന് ശേഷമാണോ ഡോക്ടറുടെ മൊഴി എടുക്കുക? അല്ലല്ല, അതിന് മുമ്പ് എടുക്കുക. യോഗം എന്നാൽ ചേരുമെന്ന് തീരുമാനം മെഡിക്കൽ ബോർഡിൽ? അല്ല, അത് DMO ആണ് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് അവർ ബാക്കിയില്ല ബോർഡ് മെമ്പർമാരൊക്കെ അവൈലബിലിറ്റി നോക്കിയിട്ട് അവർ ചെയ്യും. നമ്മളതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് അവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകും. അവരാവശ്യപ്പെടുന്ന ദിവസം പ്രൊഡ്യൂസ് ചെയ്യും.